പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൗഹീദ് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൗഹീദ് എന്നാൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ്. തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. തൗഹീദിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. 1 തൗഹീദ് റുബൂബിയ്യ, 2 തൗഹീദുൽ ഉലൂഹിയ്യ, 3 തൗഹീദു ഫിൽ അസ്മാഇ വൽ സിഫാത്ത്. അതായത് തൗഹീദ് റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഈ സർവ്വപ്രപഞ്ചത്തെയും അതിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഏകനായ അള്ളാഹു മാത്രമാണ് എന്ന അടിയുറച്ച വിശ്വാസം. എന്നാൽ ഇതിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ. തൗഹീദിൻ്റെ 2ാമത്തെ ഘടകമായ തൗഹീദുൽ ഉലൂഹിയയിൽ വിശ്വസിക്കണം. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്ന വിശ്വാസം. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവുകൾ, ഈ യോഗ്യതകൾ ഉള്ള ആൾക്ക് മാത്രമേ നാം നമ്മുടെ ആരാധനകൾ അർപ്പിക്കാവൂ. അദ്വാഉ മുഹുൽ ഇബാദ, അദ്വാഉ ഹുൽ ഇബാദ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ദുആ ആണ് ആരാധനയുടെ മജ്ജ. ദുആ തന്നെയാണ് ആരാധന. അതുകൊണ്ട് തന്നെ എല്ലാ ആരാധനകളും നാം സമർപ്പിക്കേണ്ടത് ഏകനായ അള്ളാഹുവിലേക്കായിരിക്കണം. അള്ളാഹുവിനെ കൂടാതെ മലക്കുകളിലോ പ്രവാചകന്മാരിലോ അല്ലെങ്കിൽ മറ്റ് സാലിഹ്യങ്ങളായ ആൾക്കാരിലോ നാം രക്ഷ തേടിയാൽ നാം തൗഹീദിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളതാണ്. ഇനി ഈ 3ാമത്തെ ഘടകമായ അതുകൂടി ഉൾച്ചേർന്നാൽ മാത്രമേ ഈ ഏകദൈവ വിശ്വാസം പരിപൂർണമാവുകയുള്ളൂ. അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അതുപോലെ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങൾ, അതിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിന് ഉത്കൃഷ്ടമായ 99 നാമങ്ങളും നാമവിശേഷണങ്ങളുമുണ്ട്. അതിൻ്റെ എല്ലാം പരമാധികാരി അള്ളാഹുവാണെന്നും ആ കഴിവുകൾ മറ്റാർക്കും വകവെച്ച് കൊടുക്കാനുള്ളതല്ലെന്നും അതിൽ യാതൊരു പങ്കുകാരുമില്ലെന്നും വിശ്വസിച്ച് അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ 3 ഘടകങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു വിശ്വാസിയിൽ മാത്രമേ ഏകദൈവ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഈ 3 ഘടകങ്ങളും ഉൾച്ചേർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അവിടെ തൗഹീദ് റുബൂബിയ്യയുടെ പ്രഖ്യാപനമാണ്. അതുപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തൗഹീദുൽ ഉലൂഹിയ്യയുടെ പ്രഖ്യാപനമാണ് അവിടെ. അതുപോലെ മാലിക് യൗമിദ്ദീൻ, റഹ്മാൻ റഹീം എന്നീ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങളുടെ പ്രഖ്യാപനത്തോടെ നമുക്ക് മനസ്സിലാകുന്നു ആ തൗഹീദു ഫിൽ അസ്മാഇ വസിഫാത്ത്, അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങളിലും സിഫാത്തുകളിലുമുള്ള തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് ആ ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ നാം ആരാധനകൾ അർപ്പിക്കേണ്ടതും സഹായ അഭ്യർത്ഥനകൾ നടത്തേണ്ടതും പ്രാർത്ഥനകൾ നടത്തേണ്ടതുമെല്ലാം അള്ളാഹുവിനോടായിരിക്കണം, ഏകനായ അള്ളാഹുവിനോടായിരിക്കണം എന്ന ഉത്തമ വിശ്വാസത്തോടെ നാം അടിയുറച്ച് വിശ്വസിക്കുക മാത്രമല്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവരിലേക്ക് ആ വിശ്വാസം എത്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നാം ഏകദൈവ വിശ്വാസികളായി തീരുകയുള്ളൂ. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സച്ചരിതരായ മുവഹിദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.